ഷെമിയേ, അങ്ങനെ നമ്മളെ കുടുംബം ഇപ്പോൾ രണ്ടാകാൻ പോവുകയല്ലേ? ഞാനെന്ന വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ കാക്കപ്പനോട് മിണ്ടിയിട്ട് മാസങ്ങളായി. നീ പറഞ്ഞതിൽ എന്താ ഷെഫിയ തെറ്റ്? പാപ്പന്റെ സ്വത്ത് രണ്ടാൾക്ക് തുല്യ അവകാശമല്ലേ? പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കാക്കാണ് കുടുംബത്തിന് കുറെ കഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച് പൊട്ടനായി കുത്തിരുന്നാലേ സ്വത്തൊക്കെ അങ്ങ് പോവും. കിട്ടാനുള്ളതൊക്കെ ചോദിച്ച് വാങ്ങിക്കോളാണ്ടിട്ടോ. വിൽപത്രം വായിക്കട്ടെ. എനിക്ക് പറ്റാത്തൊരു വരിയിലുണ്ടെങ്കിലോ എന്റെ സ്വഭാവം മാറും. നിങ്ങൾക്ക് എന്താ പ്രാന്തായ? ആ പ്രാന്താവും. ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടത് ഞാനാ. 14 വയസ്സിൽ പഠിപ്പൂർത്തി പരം പണിക്കോയാളാ ഞാൻ. ഓൻ എന്തൊക്കെ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തുള്ളത്? പഠിപ്പ് പ്രേമം പറഞ്ഞ് നടക്കില്ലായിരുന്നോ? എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ അനിയനല്ലെന്നോ? ഉപ്പാന്റെ സ്വത്ത് 2 മക്കൾക്ക് തുല്യമായി വീതിക്കണമെന്ന് എന്റെ അഭിപ്രായം. ഈ ചിലക്കണ്ട, എന്റെ അഭിപ്രായം ആരും ചോദിച്ചില്ല. വക്കീല് വന്നെന്നാ തോന്നുന്നത്. അവിടെ ഇരിക്കി, കാക്ക വന്നിട്ട് നമുക്ക് പോവാം. ഞാൻ ലേറ്റ് ആയിട്ടില്ലല്ലോ സാർ? ഇല്ല, ഓക്കെ. അപ്പൊ സമയം കളയണ്ട, നമുക്ക് ഈ വിൽപത്രം വായിക്കാം. നിക്ക് വക്കീലേ, ഇപ്പം എന്താ എഴുതി വെച്ചത് എനിക്ക് അറിയണ്ട. എനിക്ക് എന്തെങ്കിലും തരികയാണെങ്കിൽ എൻ്റെ കാക്ക മനസ്സറിന് തന്നാൽ മതി. എന്താ ഷെഫി പറഞ്ഞേ? കാക്ക എടുക്കാനുള്ളതൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തന്നാൽ മതി. എനിക്കിപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, എന്നോടൊന്ന് മിണ്ടിയാൽ മതി. കാരണം ഓൻ കൊണ്ട വെയിലും വേർപ്പൊക്കെ കുടുംബവും ഞാനൊക്കെ